വെൽക്കം ബാക്ക്. സോ ഇത് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണെന്ന് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് വീഡിയോയിൽ തന്നെ നമ്മൾ ഫാമിലിയായിട്ട് പുറത്ത് ഒരു ചെറിയൊരു ട്രിപ്പിന് പോവുമായിരുന്നു. അതിൻ്റെ ബാക്ക് സ്റ്റോറീസ് കുറച്ചുണ്ടായിരുന്നു. എൻ്റെ കാലൊക്കെ ഒടിഞ്ഞിട്ടാണ് ഞാൻ ട്രാവൽ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ എല്ലാ റിലേറ്റീവ്സും അബ്രോഡിൽ നിന്ന് നാട്ടിലെത്തിയ സമയമായിരുന്നു. അപ്പോൾ എൻ്റെ കസിൻസും അവരുടെ പിള്ളേരും ഒക്കെ ആയിട്ടൊന്ന് ചില്ല് ചെയ്യാമെന്ന് ഓർത്തിരുന്ന സമയത്താണ് എൻ്റെ കാലൊടിഞ്ഞിട്ടുണ്ടായിരുന്നത്. അത് കാരണം ഓക്കെ ഫൈൻ, ഇനി നീട്ടി കൊണ്ടുപോകണ്ട, ഇനി എവിടെയെങ്കിലും ഒന്ന് പോയേക്കാന്ന് വിചാരിച്ചിട്ട് തൃശ്ശൂരേക്ക് തന്നെ, എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയ സ്ഥലത്തേക്ക് തന്നെ, അവിടെ ഒരു റിസോർട്ടിലേക്കാണ് ഞങ്ങൾ പോകണ്ടായത്. അപ്പം അച്ചേർത്ത് എപ്പോഴും എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. അത് കാരണം ഞങ്ങളുടെ കാറിൽ തന്നെ കയറി. അങ്ങനെ ഓരോ കാറിലായിട്ട് ഞങ്ങൾ ഒരു 3 കാറ് കോഴിക്കോട് നിന്നു. അതുപോലെ തന്നെ വേറൊരു കസിൻ ബ്രദർ അവരുടെ വൈഫിൻ്റെ വീട്ടിലായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ചേട്ടൻ വേറൊരു കാറിൽ, അവർ തന്നെ സെപ്പറേറ്റ് ആയിട്ട് അങ്ങനെ വരികയായിരുന്നു. ഡ്രസ്സായിരുന്നു ഓരോരോ കാറായിട്ട് ഇങ്ങനെ വരിയായിട്ടായിരുന്നു ഞങ്ങളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നുണ്ടായേ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബ്ലൂസെറി എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. തൃശ്ശൂർ തന്നെയാണുള്ളത്. അപ്പോൾ അവിടേക്കാണ് ഈ പോകുന്നത്. എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുകയാണ്. അപ്പം ആൾ വർക്ക് കഴിഞ്ഞിട്ട്, ഡ്യൂട്ടി കഴിഞ്ഞിട്ട് 3 o'clock ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കുമ്പോഴത്തേക്കും ഹസ്ബൻഡ് എത്തിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ റൂമിലേക്ക് ചെല്ലുന്നു. വന്ന ഈ ഒരു റിസോർട്ടിലെത്തിയപ്പോൾ തന്നെ ഞങ്ങൾ ഒരു ഏകദേശം ഒരു 2:30 ഒക്കെ ആയിട്ടുണ്ടായിരുന്നു ഐ ഗെസ്. ആ സമയത്തായപ്പോഴത്തേക്ക് വിശന്നു. അങ്ങനെ ഡയറക്റ്റ് പോയി ഭക്ഷണം കഴിച്ചു. അങ്ങനെ നേരെ റൂമിലേക്ക് വന്നു. അപ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡ് വന്നു, അതാണ് ആൾ. അങ്ങനെ ഞങ്ങൾ റൂമിൽ വന്ന് സെറ്റിലായി. എൻ്റെ കാല് കണ്ടില്ല, ഞാൻ ഞൊണ്ടിയായിരുന്നു നടക്കുന്നത്. എൻ്റെ ഒരു അവസ്ഥയെ ലാസ്റ്റ് ആ കാല് വെച്ചിട്ട് തന്നെ ഷോയ്ക്കൊന്നൊരു കുറവും വരരുത് എന്നുള്ളതിന് തന്നെ നമ്മൾ വീഡിയോയ്ക്കൊക്കെ പോസ്റ്റ് ചെയ്ത് കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഇടാമെന്നും പറഞ്ഞുകൊണ്ട് എടുത്ത വീഡിയോസാണ് അതൊക്കെ. ഓക്കെ, അതിൻ്റെ ബാക്കിൽ നിന്ന് എൻ്റെ ഹസ്ബൻഡും കൂടെ ഒരു വീഡിയോ എടുത്തു തന്നു. നല്ല കാലമായിരുന്നെങ്കിൽ ഇതൊക്കെ നല്ലൊരു വീഡിയോ ഒക്കെ ആക്കി റീൽസൊക്കെ എടുക്കാമെന്നുള്ളൊരു വിചാരമായിരുന്നു എൻ്റെ മനസ്സിൽ അന്നുണ്ടായിരുന്നത്, ആ സമയത്തുണ്ടായിരുന്നത്. ഓക്കെ, ആ കാലെങ്കിൽ ആ കാല്, അങ്ങനെ നമ്മൾ ഷോയ്ക്കൊന്നൊരു കുറവ് വരുത്തരുതല്ലോ. അത് കാരണം അങ്ങനെയൊക്കെ നമ്മൾ ഒരു ഫോട്ടോ എടുക്കാമെന്നൊക്കെ ഓർത്തു. അങ്ങനെയൊക്കെ ചെയ്തു. ലാസ്റ്റ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പൂളിലേക്കായിരുന്നു പോകണ്ടായത്. അപ്പോഴും എൻ്റെ കാലിൻ്റെ അവസ്ഥ തന്നെ, എനിക്ക് ഈ കാലിൽ പ്ലാസ്റ്റർ ചെയ്തത് കാരണം തന്നെ ചെറിയൊരു ഫ്രാക്ചർ ഉണ്ട്. അത് കാരണം ഫുൾ പ്ലാസ്റ്റർ ചെയ്തിട്ടിരിക്കുക. അപ്പോൾ 1 month ഞാൻ റെസ്റ്റിലാണ്. അപ്പോൾ ഈ കാലം വെച്ച് എനിക്ക് എന്തായാലും പൂളിലേക്ക് ഇറങ്ങാനും പറ്റില്ലായിരുന്നു. അതുപോലെ തന്നെ എൻ്റെ വേറൊരു ചേച്ചി, ഐ മീൻ കസിനാണ്, സ്വന്തം ചേച്ചി തന്നെയാണ്. അപ്പോൾ ചേച്ചിക്ക് ഇതുപോലൊരു ചെറിയ സർജറി കഴിഞ്ഞിട്ട് ആൾക്കും വെള്ളത്തിലിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടാളും കാഴ്ചക്കാരായിട്ട് മാത്രമായിരുന്നു പുറത്ത്. ബാക്കി എല്ലാവരും, അതൊക്കെ ഞങ്ങളുടെ ഫാമിലി തന്നെയാണ്. അവർ കളിക്കുന്നതോ അല്ലെങ്കിൽ ആ വെള്ളത്തിൽ കിടന്ന് എൻജോയ് ചെയ്യുന്നതൊക്കെ ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് വെള്ളം ഇറക്കിക്കൊണ്ടിരുന്നു. അതായിരുന്നു അവസ്ഥ. കണ്ടില്ലേ, അത്രയും അവസ്ഥ കാരണം ഞാൻ ഒരു കാലെങ്കിലും വെള്ളത്തിൽ ഇടാമെന്ന് ഓർത്തിട്ട് അവിടെ പോയിരുന്നതാണ്. അങ്ങനെ അതാ എൻ്റെ ഹസ്ബൻഡാണത് പോയി അതും വെള്ളത്തിലിറങ്ങി. അങ്ങനെ എല്ലാവരും വെള്ളത്തിലിറങ്ങി, ഞങ്ങൾ മാത്രം നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയായി. ഇതെല്ലാം ഞങ്ങളുടെ ഫാമിലിയാണ്, ഈ കാണുന്നവരൊക്കെ. അതെൻ്റെ അമ്മയാണ്. ആ ഒരു ഓറഞ്ച് കളർ ആൾക്ക് വെള്ളം ഭയങ്കര പേടിയാണ്. ഐ മീൻ ഡെപ്തിലേക്കൊക്കെ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്ക് ഭയങ്കര പേടിയാണ്. സ്വിമ്മിങ് അത്ര അങ്ങ് പിടുത്തില്ല. അപ്പോൾ ചേട്ടന്മാരും എൻ്റെ ഹസ്ബൻഡും പിന്നെ ചേട്ടൻ്റെ വൈഫൊക്കെയാണ് 2 ചേട്ടന്മാരുടെ ഭാര്യമാരാണ് ആ 2 പേര് അവിടെ കണ്ടിരിക്കുന്നത്. അങ്ങനെ അവരെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ്, അമ്മനെ പിടിച്ചുകൊണ്ട് പോകുന്നതാണ് വെള്ളത്തിലേക്ക് ഇറക്കാനായിട്ട്. അങ്ങനെ അത് കഴിഞ്ഞ് അവർ നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുക. അപ്പം അത് വല്ലാത്തൊരു വിഷമമായിരുന്നു. കാരണം അത്രയും ഒരു എന്താ പറയുക, പൂൾ എന്നൊക്കെ പറയുന്നത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ ഇറങ്ങാതിരിക്കാനായിട്ട്. പക്ഷെ എന്ത് ചെയ്യാൻ, അവസ്ഥ അങ്ങനെ ആയത് കാരണം പുറത്തേക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. അത്ര തന്നെ, വേറൊന്നും ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെ അത് കഴിഞ്ഞ് കുറേ വീഡിയോസ് ഞാനിങ്ങനെ എടുത്തു. അത് കാരണം അവർക്കൊരു ഗുണമുണ്ടായി. ഞങ്ങൾ രണ്ടാളും കരയിലായത് കാരണം, ഞാനും എൻ്റെ ചേച്ചിയും കരയിലായത് കാരണം ഞങ്ങൾക്ക് ഇവരുടെ വീഡിയോസൊക്കെ എടുക്കാൻ കാര്യമായി, കിട്ടി, സമയം കിട്ടി. അതുകൊണ്ട് തന്നെ അവർക്ക് നല്ല വീഡിയോസും കിട്ടി. ഓക്കെ, ഇത് പിന്നെ ഈ ചെറുതാണ്, എൻ്റെ ഒരു ചേട്ടൻ്റെ മോനാണത്. അങ്ങനെ അവരൊക്കെ കളിക്കുകയാണ്, ബോളൊക്കെ എടുത്ത്. ലാസ്റ്റ് കണ്ടില്ലേ, ഇരിക്കുന്ന കണ്ടില്ലേ കാലും വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. രാത്രിയിലൊക്കെ ആയി. 7 മണി വരെയാണ് ഇതിൻ്റെ ടൈമിംഗ് ഉള്ളത് പൂളിൻ്റെ. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ റൂമിൽ പോയി വീണ്ടും, എന്നിട്ട് ഡ്രസ്സൊക്കെ മാറി ഫ്രഷായിട്ട് ഇതാ വീണ്ടും ഇത് താഴേക്ക് ഇറങ്ങുകയാണ്. ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്, ഡിന്നർ ടൈമാണ്. അങ്ങനെ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കാനായിട്ട് ടേബിളൊക്കെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുമിച്ച് നീട്ടി അങ്ങോട്ട് ഇട്ടു. എന്നിട്ട് കുറേ നേരം എടുത്തു കേട്ടോ. അവിടുത്തെ വേറൊരു ബുദ്ധിമുട്ടായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത്, ജെന്യൂനായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്, ഫുഡും കാര്യങ്ങളൊക്കെ സൂപ്പറാണ്, എല്ലാം നല്ലതാണ്, അടിപൊളിയാണ്. പക്ഷെ ടൈം എടുത്തു കേട്ടോ. ഫുഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1 മണിക്കൂർ മിനിമം എടുക്കും ഫുഡ് കിട്ടാനായിട്ട്. അതെന്തോ മേ ബി അവിടെ ആൾക്കാർ കുറഞ്ഞിട്ടായിരിക്കാം, അറിയില്ല. അങ്ങനെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഇവിടേക്ക് വന്നു, ഇൻഡോർ ഗെയിംസിൻ്റെ ഭാഗത്തേക്ക് വന്നു. അത് കഴിഞ്ഞ് അത് പൂളിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ്. അപ്പോൾ അവരൊക്കെ കളിക്കുകയാണ്.
ഇത് പൂളിൻ്റെ സൈഡിലായിട്ട് ഞാനൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഫൈനലി റൂമിലെത്തി. എല്ലാവരും കൂടെ ഞങ്ങളുടെ റൂമിലായിരുന്നു വന്ന്, എൻ്റെ ഹസ്ബൻഡ് റൂമിലായിരുന്നു വന്ന്. അങ്ങനെ കുറേ നേരം ഞങ്ങൾ കുറേ സംസാരിച്ചു, ചില്ല് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ പാട്ടൊക്കെ വെച്ചു, കുറേ നേരം ഇങ്ങനെ ചില്ല് ചെയ്തു. അതിനുശേഷം നെക്സ്റ്റ് ഡേ മോർണിംഗ് എൻ്റെ ഹസ്ബൻഡിന് നേരെ ജോലിക്ക് പോകണമായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നേരെ ജോലിക്ക് പോയി. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളുടെ റൂമിലാണ് എല്ലാവരും വന്നത്. കാരണം ആൾക്ക് ടയേർഡ് ആവേണ്ട, നേരത്തെ ഉറങ്ങണമല്ലോ. അപ്പോൾ ടയേർഡ് ആവേണ്ട എന്നുള്ളതിൽ ഞങ്ങളുടെ റൂമിലേക്കാണ് വന്നത്. പിന്നെ എൻ്റെ കാല് വെച്ചിട്ട് എനിക്ക് അങ്ങനെ എല്ലായിടത്തേക്കും നടക്കാനുള്ളൊരു ഡിസ്റ്റൻസ് കവർ ചെയ്യാനുള്ള ആംബിയർ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് വന്നു. അവിടെ നമുക്ക് ഇങ്ങനെ ഫുഡ് കഴിക്കാം. പിന്നെ വേറൊരു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ താമസിച്ചിരുന്ന റൂമിൻ്റെ തൊട്ടപ്പുറത്തുള്ള റൂമിലായിരുന്നു ആസിഫ് അലി ഉണ്ടായിരുന്നത്, നമ്മുടെ ആക്ടർ ആസിഫ് അലി. ഞങ്ങൾ കുറച്ച് ആഗ്രഹിച്ചു ആളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കും, പക്ഷെ നടന്നില്ല. പിന്നെ ആളുടെ വണ്ടിയുടെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തു. അത് കഴിഞ്ഞ് ഇതൊക്കെ അവിടെ ഉണ്ടായിരുന്നതാണ്, പ്ലേ ഏരിയ ആണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ അവിടെ എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവരൊക്കെ കിടന്ന് ആടുമായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷായി, വീണ്ടും പോയി ഡ്രസ്സൊക്കെ മാറി. ചെക്കൗട്ടിൻ്റെ സമയമായി ഏകദേശം. അങ്ങനെ ചെക്കൗട്ട് ചെയ്തതിന് ശേഷം താഴേൽ തന്നെ ഫുഡിൻ്റെ ഏരിയയിൽ പോയി ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടുള്ള പോക്കായിരുന്നു. അത് കഴിഞ്ഞ് താഴത്തെ ഒരു ഗ്രൗണ്ട് ഫ്ലോറിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഫോട്ടോ സെഷനൊക്കെ ആയിരുന്നു. അതാണ് നേരത്തെ കണ്ടത്. അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് എത്തി. ഇവിടെ ഇങ്ങനെ വെയിറ്റിംഗ് ആണ്. പക്ഷേ ഫുഡൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ, അടിപൊളി ഫുഡായിരുന്നു, ഒന്നും പറയാനില്ല. ഞാൻ വെജാണ് കഴിച്ചത് ഞങ്ങൾ, പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ഫിഷൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് പേര്, പക്ഷെ ഞാൻ വെജാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഫുഡായിരുന്നു, അത് പറയാതിരിക്കാൻ വയ്യ. ഇതാണ് ഫുഡ്. ഇങ്ങനെ സാമ്പാർ, പിന്നെ കടല, പിന്നെ അങ്ങനെ കുറച്ച് ഐറ്റംസൊക്കെ കാണാൻ പറ്റുന്നുണ്ടല്ലോ. നല്ലതായിരുന്നു ഫുഡൊക്കെ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഇനി ഇവിടുന്ന് പുറപ്പെടുന്നത് നേരെ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കായിരുന്നു. തൃശ്ശൂർ വരെ എത്തിയതല്ല, അപ്പം ആളുടെ വീട്ടിലൊന്ന് വിസിറ്റ് ചെയ്തിട്ടായിരുന്നു ഞങ്ങൾ കോഴിക്കോടേക്ക് തിരിച്ചു വന്നു. ഞാൻ തിരിച്ച് കോഴിക്കോടേക്ക് തന്നെ പോയിട്ടുണ്ടായിരുന്നു. കാരണം എനിക്ക് എന്തായാലും ഇപ്പോൾ ജോലിയിൽ റീജോയിൻ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ കാലിൻ്റെ പ്രശ്നമായിട്ട്. അതുകൊണ്ട് ഇപ്പോൾ എല്ലാം ഞാൻ ഓൺലൈനായിട്ടാണ് കൺസൾട്ടേഷനൊക്കെ ചെയ്യുന്നത്. കൗൺസിലിംഗ് ആയാലും ജനറൽ ആയിട്ടുള്ള കൺസൾട്ടേഷൻ ആയാലും ഒക്കെ ഞാൻ ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നേരെ ഞങ്ങൾ ടാറ്റ ബൈ ബൈ ഒക്കെ ഈ റിസോർട്ടിനോട് പറഞ്ഞിട്ട് ഞങ്ങൾ നേരെ ലീവ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ്, തൃശ്ശൂർ. അപ്പോൾ ആളുടെ വീട്ടിലെത്തി, എല്ലാവരും എത്തി ഇവിടെ. അപ്പം എല്ലാവരും തിരിച്ച് അവരുടെ അബ്രോഡ് പോണതിന് മുന്നായിട്ട് ഇവിടെ വരാം എന്നുള്ളൊരു ഇതും കൂടെ ആയി. പിന്നെ ഈ ഒരു വരവിലോടുകൂടെ പിന്നെ ഇവരുടെ കൂടെ ഞാനും അങ്ങ് തിരിച്ചു പോയി കേട്ടോ കോഴിക്കോടേക്ക്. എന്നിട്ട് ഫ്യൂ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ച് വീണ്ടും തൃശ്ശൂർ എത്തിയത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.